സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന് രൂപം നൽകിയത് എന്ന്? 1947 ജൂലൈ 18. 1947 ജൂലൈ 18. അരി, ഗോതമ്പ് എന്നിവ ദരിദ്ര കുടുംബങ്ങൾക്ക് ചെറിയ തുകയ്ക്ക് ലഭ്യമാക്കുന്ന പദ്ധതി? അന്ത്യോദയ അന്ന യോജന. ഓപ്ഷൻ എ ആണ് ഉത്തരം. അന്ത്യോദയ അന്ന യോജന. വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളേക്കാൾ ആകർഷണ ബലം കുറവായിരിക്കും. വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളേക്കാൾ ആകർഷണ ബലം കുറവായിരിക്കും. ആരാച്ചാർ എന്ന മലയാള നോവൽ രചിച്ചത് ആര്? ആരാച്ചാർ എന്ന മലയാള നോവൽ രചിച്ചത് KR മീര. ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നടന്ന കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏത് ജില്ലയിലാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നടന്ന കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട്. ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നത് ഓപ്ഷൻ ഡി ആണ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി സത്യാഗ്രഹം സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ് ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനായിട്ട് ജനകീയ പദ്ധതി പീപ്പിൾസ് പ്ലാൻ തയ്യാറാക്കിയത്? ജനകീയ പദ്ധതി MN റോയ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. MN റോയ്. ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ്? ഭീമ. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് ഭീമ. കൃഷ്ണ നദി. സിന്ധു നദിയുമായി ബന്ധമില്ലാത്തത് ഏത്? തന്നിരിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു, ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു, ജമ്മു കാശ്മീരിലൂടെ ഒഴുകുന്നു, ജലം ഒരു പോഷക നദിയാണ്. ബന്ധം ഇല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു എന്നത് തെറ്റായിട്ടുള്ളതാണ്. സിന്ധു നദി അറബിക്കടലിലാണ് പതിക്കുന്നത്. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം? മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നത് യൂസ്റ്റേക്കിയൻ നാളിയാണ്. യൂസ്റ്റേക്കിയൻ നാളി. സ്നെല്ലൻ ചാർട്ട് ഏത് കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നു? സ്നെല്ലൻ ചാർട്ട് കാഴ്ച ശക്തി പരിശോധിക്കുന്നതിനുള്ളതാണ്. കാഴ്ച. ജലദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ജലദിനം മാർച്ച് 22. മാർച്ച് 22. താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരി അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു. താരാപൂർ മഹാരാഷ്ട്ര, നറോറ ഉത്തർപ്രദേശ്, കൽപ്പാക്കം കർണാടകം, കൈഗ കർണാടകം. ശരിയല്ലാത്തതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. കൽപ്പാക്കം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 5 മുതൽ 11 വരെയാണ്. 5 മുതൽ 11 വരെ. ദേശീയ കർഷക ദിനം ഡിസംബർ 23 ആചരിക്കുന്നു. ആരുടെ ജന്മദിനമാണ്? ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 23 ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമാണ്. ചൗധരി ചരൺ സിംഗ്. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കം? ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കം ഓപ്പറേഷൻ പോളോയാണ്. ഓപ്പറേഷൻ പോളോ. സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലാണ്. ഈ നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലാണ്. ബോയിൽ നിയമമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ബോയിൽ നിയമം. MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏത്? MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം സർബതി സൊണോറയാണ്. സർബതി സൊണോറ. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി? മൊറാർജി ദേശായി. ഓപ്ഷൻ സി മൊറാർജി ദേശായി.
ഒരു കുതിരശക്തി എത്ര വാട്ടാണ്? ഒരു കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ടാണ്. 746 വാട്ട്. മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജന്മനാടാണ്. ആരുടെ വാക്കുകളാണിവ? കൽപ്പന ചൗള. ഓപ്ഷൻ സി ആണ് ഉത്തരം. കൽപ്പന ചൗള. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം? ലാഹോർ സമ്മേളനത്തിലാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ലാഹോർ സമ്മേളനം. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് ആര്? റൂസോയാണ്. റൂസോ. ഇന്ത്യൻ ഭരണഘടന കൂട്ടുത്തരവാദിത്തം എന്ന ആശയം എവിടെ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന കൂട്ടുത്തരവാദിത്തം എന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. ബ്രിട്ടൻ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം? മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി. ഓപ്ഷൻ ഡി പാട്ടബാക്കി. ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദമാണ് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് ഇന്ത്യ എന്ന് പ്രസ്താവിക്കുന്നത്? ഒന്നാമത്തെ അനുച്ഛേദമാണ്. ഒന്നാമത്തെ അനുച്ഛേദം. സ്നൂക്കർ എന്ന പേരിലും അറിയപ്പെടുന്ന കായിക വിനോദം ഏത്? സ്നൂക്കർ. ബില്യാർഡ്സ് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ബില്യാർഡ്സ്. കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോടൈം സ്പീക്കർ? റോസമ്മ പുന്നൂസ്. കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോടൈം സ്പീക്കർ റോസമ്മ പുന്നൂസ്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഭാരൻ ദ്വീപിലാണ്. ഭാരൻ ദ്വീപ്. ഗുണഭോക്താക്കളിൽ 1/3 ഭാഗം സ്ത്രീകളായിരിക്കണം എന്ന നിബന്ധനയുള്ള സർക്കാർ പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 1/3 ഭാഗം സ്ത്രീകളായിരിക്കണമെന്ന് നിബന്ധന ഉള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് WC ബാനർജി. ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ്? ഡിഫ്തീരിയ. ഷിക് ടെസ്റ്റ് ആണ്. ഓപ്ഷൻ സി ഷിക് ടെസ്റ്റ് ആണ് ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നത്. പന്നിപ്പനിക്ക് കാരണമായ വൈറസ്? പന്നിപ്പനിക്ക് കാരണമായത് H1N1 ആണ്. H1N1. ലോക TB ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ലോക TB ദിനം മാർച്ച് 24 മാർച്ച് 24. ഭൂപടത്തിൽ ഭൂസവിശേഷതകൾ ചിത്രീകരിക്കാൻ വെള്ള നിറം സൂചിപ്പിക്കുന്നത്? വെള്ള നിറം സൂചിപ്പിക്കുന്നത് തരിശുഭൂമിയെ പ്രതിനിധീകരിക്കുവാനാണ്. തരിശുഭൂമി. പ്രാദേശികവാദം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് ലൂ, കരക്കാറ്റ്, ചിനൂക്ക്, ഫോൻ. ചോദിച്ചിരിക്കുന്നത് പ്രാദേശികവാദം അല്ലാത്തത് ഏത് എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കരക്കാറ്റ്. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം? സേവനാവകാശ നിയമം 2012 നവംബർ 1 2012 നവംബർ 1. ന്യൂനപക്ഷങ്ങളുടെ താൽപര്യ സംരക്ഷണം ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ ഉൾപ്പെടുന്നു? ന്യൂനപക്ഷങ്ങളുടെ താൽപര്യ സംരക്ഷണം ആർട്ടിക്കിൾ 29 ആണ്. ആർട്ടിക്കിൾ 29. ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ദി അതർ സൈഡ് ഓഫ് സൈലൻസ്, നിശബ്ദതയുടെ മറുപുറം, ആരുടേതാണ്? ആരാണ് രചിച്ചത്? ഉർവശി ഭൂട്ടാലിയയാണ്. ഉർവശി ഭൂട്ടാലിയ. പഹൽ സ്കീം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഹൽ സ്കീം പാചകവാതക സബ്സിഡിയുടെ വിതരണം. പാചകവാതക സബ്സിഡിയുടെ വിതരണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദിനബന്ധു പത്രത്തിന്റെ സ്ഥാപകൻ ആര്? ദിനബന്ധു പത്രത്തിന്റെ സ്ഥാപകൻ VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. VR കൃഷ്ണൻ എഴുത്തച്ഛൻ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് പദ്ധതി കാലയളവിലാണ്? ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്
മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലം. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീരദേശാഭിമാനി. കൊച്ചിയിൽ പാലിയത്തച്ഛനാണ്. ഓപ്ഷൻ സി പാലിയത്തച്ഛൻ. കേരളത്തിൽ അക്ഷയ പദ്ധതി നടപ്പാക്കിയ ആദ്യ ജില്ല. അക്ഷയ പദ്ധതി നടപ്പാക്കിയ ആദ്യത്തെ ജില്ല മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ല. കേരളം മുഴുവൻ ജൈവ കൃഷി വ്യാപിപ്പിക്കാൻ കുടുംബശ്രീ മുഖേന സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏത്? പദ്ധതിയുടെ പേര് പൊലീവ്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ദേശീയ വനിതാ കമ്മീഷൻ 1992 1992. ഏത് മലനിരകളിലാണ് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി മലനിരകളിലാണ്. ആരവല്ലി. വളർച്ചാ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. വളർച്ചാ ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് വളർച്ചാ ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം. നിവർത്തന പ്രക്ഷോഭം 1932. 1932. കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിന്റെ പേര്. കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിന്റെ പേരാണ് പ്രതീക്ഷ. ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് മഹാത്മാഗാന്ധിയെ ക്ഷണിച്ച പ്രാദേശിക നേതാവ് ആരായിരുന്നു? രാജ്കുമാർ ശുക്ല. രാജ്കുമാർ ശുക്ല. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആര്? രാജ്നാഥ് സിംഗ്. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 16. ജനുവരി 16. കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്ന അലേർട്ട് ഫീച്ചർ ലോഞ്ച് ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? ഇൻസ്റ്റാഗ്രാം ആണ്. ഇൻസ്റ്റാഗ്രാം. ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്? വീരാംഗന ലക്ഷ്മിബായ് റെയിൽവേ സ്റ്റേഷൻ. ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് വീരാംഗന ലക്ഷ്മിബായ് റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല? ആലപ്പുഴ. ഹസാരിബാഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഹസാരിബാഗ്. ജാർഖണ്ഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ജാർഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപവൽക്കരിച്ച സംസ്ഥാനം? കേരളം. പാലിയേറ്റീവ് കെയർ നയം. കേരളം. കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആര്? കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ഗോദവർമ്മ രാജയാണ്. GV രാജ. ഗോദവർമ്മ രാജ. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നു. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, മുകളിൽ പറഞ്ഞവ എല്ലാം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവ എല്ലാം. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷി രീതി ഏത്? പൂനം കൃഷിയാണ്. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ നിലവിലുള്ള കൃഷിരീതി പൂനം കൃഷി. ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി ഏത്? മീനച്ചിലാറാണ്. ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് മീനച്ചിലാർ. കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏത്? പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗി സൗഹാർദ്ദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാക്കി വിപുലപ്പെടുത്തുക, ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക, അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക. ഓപ്ഷൻ ഡി ആണ് ആർദ്രം പദ്ധതിയുമായിട്ട് ബന്ധപ്പെടാത്തത്. ഓപ്ഷൻ ഡി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. ഉൾപ്പെടാത്ത പ്രസ്താവന. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്?
ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ഒന്ന് മാത്രം, ഒന്നാമത്തെ പ്രസ്താവന. അടുത്തത്, ബട്ടർഫ്ലൈ സ്ട്രോക്ക് എന്ന പദം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബട്ടർഫ്ലൈ സ്ട്രോക്ക് നീന്തലാണ്. ഓപ്ഷൻ എ. മൂന്ന് മാത്രം. ഭൂമി ഒരു തവണ സ്വയം തിരിയുവാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 4 മാത്രം. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഭൂമി ഒരു തവണ സ്വയം തിരിയുവാൻ എടുക്കുന്ന സമയം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ചണ മിൽ സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ചണ മിൽ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി 2 മാത്രം, റിഷ്റ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. 2005 ഒക്ടോബർ 12. വിൽസൺസ് രോഗത്തിന് കാരണമായ മൂലകം ഏതാണ്? വിൽസൺസ് രോഗത്തിന് കാരണമായ മൂലകം ചെമ്പാണ്. ചെമ്പ്. ചലച്ചിത്രങ്ങളുടെ പ്രദർശനാനുമതി ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ പെടുന്നു? യൂണിയൻ ലിസ്റ്റാണ്. യൂണിയൻ ലിസ്റ്റ്. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമമായ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് നിലവിൽ വന്നത് 1990 ജനുവരി 30-നാണ്. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26-നാണ്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961-ലാണ്. പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012-ലാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായത് ഏതെല്ലാം എന്നാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3, 4. 4 പ്രസ്താവനകളും ശരിയാണ്. 4 പ്രസ്താവനകളും ശരിയാണ്. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം, ചെന്തരുണി വന്യജീവി സങ്കേതം പത്തനംതിട്ട, ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട്, ആറളം വന്യജീവി സങ്കേതം കോഴിക്കോട്. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 4ഉമാണ് ശരിയല്ലാത്തത്. ചെന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തേതും വലുതുമായ ദേശീയോദ്യാനം സൈലന്റ് വാലി. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. കേരളത്തിൽ ആദ്യത്തേതും വലുതുമായ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികളുടെ എണ്ണം എത്രയാണ്? 11 നദികളാണ് ഉള്ളത്. 11 നദികൾ. മാരക രോഗങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു? താലോലം.
18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക്. താലോലം. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതിയാണ് ഹൈഡ്രോപോണിക്സ്. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? ജലം വിഘടിച്ച് ഉണ്ടാകുന്നതാണ്. ജലം. മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? യൂറിയ കരളിലാണ്. കരൾ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം. വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? ആർട്ടിക്കിൾ 21A ആണ് വിദ്യാഭ്യാസ അവകാശ നിയമം. ആർട്ടിക്കിൾ 21A. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. തെലുങ്കു സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി പോട്ടി ശ്രീരാമലു. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ഏത് മേഖലയുടെ വികസനമാണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, യൂണിഫോം സിവിൽ കോഡ്, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം. ഗാന്ധിയൻ ആശയം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് യൂണിഫോം സിവിൽ കോഡ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏവ? സമുദ്ര അതിർത്തി പങ്കിടുന്നത് ശ്രീലങ്ക, മാലിദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന മലനിര? മൗണ്ട് K2 കാറക്കോറം മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാറക്കോറം. പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? പറമ്പിക്കുളം ടൈഗർ റിസർവ് ഓപ്ഷൻ എ ആണ് മുതലമട ഗ്രാമപഞ്ചായത്തിലാണ്. മുതലമട ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലയാളി വനിത? ക്യാപ്റ്റൻ ലക്ഷ്മി. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 മാത്രം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. 2026 ഏഷ്യൻ കായികമേളയ്ക്ക് ആതിഥ്യമേകുന്ന രാജ്യം ഏതാണ്? ഏഷ്യൻ കായികമേള 2026 ജപ്പാനാണ്. ജപ്പാൻ. ഏത് സൂക്ഷ്മജീവിയാണ് അറ്റ്ലസ് ഫുഡ് എന്ന രോഗമുണ്ടാക്കുന്നത്? അറ്റ്ലസ് ഫുഡ് ഫംഗസ് ആണ്. ഫംഗസ്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന അവസ്ഥയുടെ പ്രത്യേകത എന്ത്? ഡയബറ്റീസ് ഇൻസിപ്പിഡസ് മൂത്രത്തിലൂടെ അധിക ജലനഷ്ടം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതി സ്നേഹസാന്ത്വനം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ലേ സിന്ധു നദിക്കരയിലാണ്. അവസാനത്തെ ചോദ്യം, ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ആത്മീയ സഭ രൂപീകരിച്ചത് 1815. 1815. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.